എം മണിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിച്ചിരിക്കുന്നു. ഇപ്പോൾ അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തിയിട്ടുണ്ട്. എം മണി നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. അല്പസമയത്തിനകം ഗവർണറും എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം 4:30 സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുനിൽ, എങ്ങനെയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? അവിടെ നിന്നുള്ളൊരു ആവേശം എങ്ങനെയാണ്? സൗമ്യ, മുഖ്യമന്ത്രി ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. 4:25 തന്നെ, കൃത്യം 4:25 തന്നെ ഗവർണർ ഇവിടേക്ക് വരും. ഗവർണറെ ചീഫ് സെക്രട്ടറി സ്വീകരിക്കും. അതിനുശേഷം പ്രധാന സ്റ്റേജിലേക്ക് വന്നതിന് ശേഷമാണ് ദേശീയഗാനം ആലപിക്കുന്നത്. തുടർന്ന് ആ ദേശീയഗാനം ആലപിച്ചു കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറി തന്നെ പുതിയ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനായി എം മണി എത്തിയ വിവരം ഇവിടെ അറിയിക്കുകയും അതനുസരിച്ച് ഗവർണർ തന്നെ അദ്ദേഹത്തെ ക്ഷണിക്കാൻ അനുമതി നൽകുകയും ചെയ്യും. ഏതായാലും അദ്ദേഹത്തിന്റെ നാട്ടിലുള്ളവർ തന്നെ വളരെയധികം സന്തോഷം പങ്കുവയ്ക്കാനായി അദ്ദേഹത്തിൻ്റെ ഈ മന്ത്രിസഭയിലേക്ക് പുതിയ അതിഥിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ചടങ്ങ് കാണാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൽ ഏൽപ്പിച്ച കർത്തവ്യം അദ്ദേഹം നിർവഹിക്കുമെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ മറ്റ് ജനങ്ങളുടെ ഒരു പ്രതികരണം കൂടെ നമുക്ക് അറിയേണ്ടതുണ്ട്. സൗമ്യ, ഏതായാലും അത് തന്നെ നമുക്ക് ചോദിക്കാം. ഒരു സാധാരണക്കാരൻ ഒരു കർഷകൻ എന്നുള്ള രീതിയിൽ തന്നെ പ്രവർത്തന ശൈലിയിലേക്ക് വരികയും തൻ്റേതായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തന മേഖലയിൽ നിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇതാ മന്ത്രിപദത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ അവിടുത്തുകാരുടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്? 5 വയസ്സുള്ളപ്പോൾ തൊട്ട് കാണുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് മണിയാശാൻ. എൻ്റെ സ്വന്തം നാട്ടിലാണ്, കുഞ്ചിത്തന്നിക്കാരനാണ്. അതിനുശേഷം അന്നോളം ഇന്നോളം അദ്ദേഹം നിലകൊണ്ടിട്ടുള്ള നിലപാടുകൾ ഇടുക്കി ജില്ലയിലെയും പൊതുവെയുള്ള തൊഴിലാളികൾക്ക് വേണ്ടി, കർഷകർക്ക് വേണ്ടി, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി അദ്ദേഹം നിലത്തിയുടെ ആത്മാർത്ഥത, ഇന്ന് അത്തരത്തിലുള്ള ഒരു നേതാവ് ഈ കേരളത്തിലുണ്ടാവില്ല എന്ന് ഞാൻ പറയും. അത്ര ആത്മാർത്ഥതയുള്ള, സിൻസിയറായിട്ടുള്ള പച്ച മനുഷ്യൻ. ആ മനുഷ്യനെ മന്ത്രിയാകുന്നതിൽ ഇടുക്കിയിലെ ജനത നല്ല സന്തോഷത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ശൈലികൾ ചില വിവാദങ്ങൾക്ക് ഇടവെച്ചെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായാലും വിഷയം എന്താണ്, അത് അടിസ്ഥാന പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുകയും അതിലിടപെടുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. അത് അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഇനി മുന്നോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ മന്ത്രി എന്നുള്ള പ്രവർത്തനത്തിന് ഏത് തരത്തിൽ അതൊക്കെ പ്രചോദനമായി മാറും? മണിയാശാൻ ഇപ്പോൾ ആരെന്നുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാതരം ആളുകൾക്കും മണിയാശാന് സമീപസ്ഥനും സംലഭ്യനുമാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ നേട്ടം. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനെന്നോ കോൺഗ്രസ്സുകാരനെന്നോ സഹായത്തിന് ചെന്നാലും അദ്ദേഹം മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ആത്മാർത്ഥതയും കാപട്യവുമില്ലാത്ത ഒരു ജനനേതാവെന്ന് ഉറക്കെ പറയാൻ സാധിക്കും. തീർച്ചയായും ഇത്തരത്തിലുള്ള വാക്കുകൾ തന്നെയാണ് അവിടുത്തെ ജനങ്ങളുടെ ഓരോ ആൾക്കാരുടെയും മനസ്സിൽ നിന്ന് വരുന്നത്. ഇത് മനസ്സിനകത്ത് നിന്ന് വരുന്ന വാക്കുകളാണ്. കാരണം വളരെ കുഞ്ഞായിരുന്ന മുതൽ തന്നെ അറിയാവുന്ന വ്യക്തിത്വങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കതിനപ്പുറത്തേക്കൊന്നും പറഞ്ഞു വെക്കാനായി ഇല്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയായാലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായാലും അദ്ദേഹത്തിൻ്റെ നേതാവായാലും ഒരു സാമൂഹിക പ്രവർത്തകനായാലും അത്തരത്തിൽ ഏത് മേഖലയിലാണ് താൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ പൂർണ്ണമായ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പൂർണ്ണതയോടുകൂടി തന്നെ അത് സത്യസന്ധമായി നിർവഹിക്കുന്നതിൽ മുന്നിട്ട് വരുന്നു. തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടുകയും അത് കൃത്യമായി അത് പറയുകയും ചെയ്യുന്ന ഒരു നേതൃത്വമാണ് അദ്ദേഹത്തിനുള്ളത് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചവരും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നുള്ളവരും അദ്ദേഹത്തിന് ഏറ്റവും കുഞ്ഞുനാൾ മുതൽ അറിയുന്നവർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള മുന്നോട്ടുള്ള മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പിലായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണമായ ഊർജ്ജം തുടരുക. നിരവധിയായ ആളുകളാണ്, സാധാരണക്കാരായ ആളുകൾ അടക്കമാണ് എം മണിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഗവർണർ എത്തും. അതിനുശേഷം സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലേക്ക് കടക്കുന്നതാണ്. എം മണി അല്പസമയത്തിനകം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. എം മണി വളരെ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും അവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഗവർണർ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ ഒരു ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത് എന്നതുകൂടി ഒരു വലിയ സവിശേഷതയാണ്. എന്നാലും സുനിൽ അരുമാനൂരിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ. സുനിൽ, എങ്ങനെയാണ് ഇപ്പോഴത്തെ അവിടെ നിന്നുള്ളൊരു ആവേശം പങ്കുവെക്കുമ്പോൾ അതെങ്ങനെയാണ്? പ്രത്യേകിച്ച് സുനിൽ പറഞ്ഞു നമുക്ക് ഈ വേദിയും അതിന് ചുറ്റുമുള്ള ഭാഗം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അതിൻ്റെ മറ്റൊരു ഭാഗത്ത് നിരവധിയായ ആളുകൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി എത്തിയിട്ടുണ്ടോ? അവിടെ നിന്നുള്ള കാഴ്ചകൾ സുനിലിൻ്റെ വാക്കുകളിലൂടെ.
സമയം തീർച്ചയായും ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പന്തലിൽ നിറഞ്ഞ് ആളുകൾ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നുള്ള ആളുകൾ, സാധാരണക്കാരായിട്ടുള്ളവർ വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് കാണാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും ഗവർണർ എത്തിച്ചേരാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും വേദിയിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഗവർണർ ഇപ്പോൾ എത്തിച്ചേരും. ഗവർണർ എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ ദേശീയ ഗാനം ആലപിക്കും. തുടർന്ന് എല്ലാവരും വളരെ ആകാംക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരിക്കുന്ന ആ ചടങ്ങിലേക്കാണ് പോകുന്നത്. ഗവർണർ വന്നു കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറി നിയുക്ത മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി എം മണി എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം മൈക്കിലൂടെ അറിയിക്കും. തുടർന്ന് ഗവർണർ അദ്ദേഹത്തെ ക്ഷണിക്കാൻ, സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കാനായി അനുമതി നൽകും. ഉടൻ തന്നെ അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹം ഈ സ്റ്റേജിലേക്ക് കടന്ന് വന്ന് അദ്ദേഹം ഗവർണർ ചൊല്ലിക്കൊടുക്കുന്ന സത്യവാചകം ഏറ്റു ചൊല്ലുകയും ചെയ്യും. ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ വേദിയിലിരിപ്പുണ്ട്. മുഖ്യമന്ത്രിക്ക് തൊട്ടടുത്ത് തന്നെ ചീഫ് സെക്രട്ടറി, ഗവർണറുടെ വരവും കാത്ത് ചീഫ് സെക്രട്ടറിയുമുണ്ട്. ഗവർണർ വന്നാലുടൻ തന്നെ ഗവർണർ എത്താൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. എത്തിക്കഴിഞ്ഞാൽ ദേശീയ പോലീസ് ബാൻഡ് ദേശീയഗാനം ആലപിക്കും. തുടർന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ചടങ്ങിലേക്ക് പോകുന്നത്. ഏതായാലും നമുക്ക് ഇനി അത് നിമിഷങ്ങൾ മാത്രമേ ആ ചടങ്ങിന് ഉള്ളൂ എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പത്നിയും, പ്രിയ പത്നിയുമാണ് മുൻനിരയിൽ ഉള്ളത്. അതിന് തൊട്ടടുത്ത മന്ത്രി AK ബാലനുണ്ട്, AC മൊയ്തീനുണ്ട്, C രവീന്ദ്രനാഥുണ്ട്, കടകംപള്ളി സുരേന്ദ്രനുണ്ട്, ശൈലജ ടീച്ചറുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, മക്കളും ചെറുമക്കളും അടക്കമുള്ള കുടുംബാംഗങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. MLA-മാരെല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്, അതുപോലെ LDF കൺവീനർ വൈക്കം വിശ്വം, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ. അതിന് അപ്പുറത്ത് നമ്മൾ പറയുന്നത് സാധാരണക്കാരായ, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിനോടൊപ്പം എന്നും നിന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജനത എന്ന് പറയുന്നത് ഉടുമ്പൻചോലയിലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ജനത അദ്ദേഹത്തിൻ്റെ ഈ ഒരു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ് കാണാനായി എത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം ആവേശം ജനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെ. അതുകൊണ്ട് തന്നെയാണ്, അത് കണക്കിലെടുത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രത്യേക പന്തൽ ക്രമീകരിച്ചുകൊണ്ട് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ഇങ്ങനെ പുറത്ത് എല്ലാവരും കാണുക നടക്കട്ടെ എന്നുള്ളത്. നേരത്തെ നമ്മളോട് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തെ, അദ്ദേഹത്തെ വളരെ കുഞ്ഞുനാൾ മുതൽ അറിയാനുള്ള സുനിൽ, അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഉള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? മന്ത്രിസഭ ചില വകുപ്പുകൾ മാറ്റങ്ങളുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട് ഇനി എത്ര നേരത്തെ ഒരു ചടങ്ങായിരിക്കും ഇത്? അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങൾ എങ്ങനെയാണ് സുനിൽ? സമയം സത്യപ്രതിജ്ഞ ചടങ്ങ് എല്ലാം കൂടെ ഒരു 10 മിനിറ്റ് മാത്രമായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങ് ഉണ്ടാവുക. അതിന് ശേഷം ഇവിടെ നിന്ന് ഇപ്പോൾ ഗവർണർ ബൊക്ക നൽകി മന്ത്രിയെ അഭിനന്ദനം അറിയിക്കും. അതിനുശേഷം മുഖ്യമന്ത്രി ബൊക്ക നൽകി പുതിയ മന്ത്രിയെ, തൻ്റെ മന്ത്രിസഭയിലേക്ക് എത്തുന്ന മന്ത്രിയെ അഭിനന്ദനം അറിയിക്കും. അതിന് ശേഷമാണ് അദ്ദേഹം അധികാരമേൽക്കാൻ പോകുന്ന കാര്യം. ഗവർണർ ഇപ്പോൾ വേദിയിലേക്ക് കടന്നു വരുന്നു. സൗമ്യ, ഗവർണർ P സദാശിവം വേദിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെ ചീഫ് സെക്രട്ടറി പ്രധാന വേദിയിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇവിടേക്ക് വരികയാണ്. ഇനി ഏതായാലും നമുക്ക് പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ദേശീയഗാനം ആലപിക്കാൻ പോവുകയാണ്. നമുക്ക് അതിലേക്ക് പോകാം. Sir, Sri M. Mani, Miss Minister Designate, is present to take the oaths of office in secrecy. I request your permission to present him. Sri M. Mani. You have to stand up. No, that is.
I, MM മണി ആയ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടുകൂടിയും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷാപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. I, MM മണി ആയ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിൽ ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു.